ഇരിഞ്ഞാലക്കുട രൂപതയിലെ വിശുദ്ധ മറിയം ത്രേസ്യാമ്മയുടെ നാമധേയത്തിലുള്ള ഏക ദേവാലയമായ ഷോളയാർ മതബോധന യൂണിറ്റിലെ വിദ്യാർത്ഥിനികൾ തിരുഹൃദയ തിരുനാൾ സുദിനത്തിൽ ഒരുക്കിയ 2 മിനിറ്റ് സ്കിറ്റ് മത്സരം തിരുഹൃദയ ഭക്തിയിൽ വളരുവാനായി സംഘടിപ്പിച്ച ഈ സ്കിറ്റ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അവരൊരുക്കിയ മാതാപിതാക്കൾക്കും ഈ പരിപാടി സംഘടിപ്പിച്ച മതാധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. തിരുഹൃദയ ഭക്തിയിൽ വളരുവാനായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വികാരി അച്ഛൻ ഫാദർ ഡേവിസ് കുടിയിരിക്കൽ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ ആശംസകൾ നേരുന്നു. സ്നേഹമുള്ളവരെ, ഷോളയാർ വിശുദ്ധ മറിയം ത്രേസ്യാമ്മയുടെ നാമധേയത്തിലുള്ള നമ്മുടെ ഈ ദേവാലയത്തിലെ മതബോധന വിദ്യാർത്ഥികൾ ഈശോയുടെ തിരുഹൃദയ തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയ 2 മിനിറ്റിന്റെ സ്കിറ്റ് മത്സരങ്ങൾ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുകയും ഈശോയിൽ കൂടുതൽ വളരുവാനായി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്റെ പേര് സ്നേഹ. ഞാൻ 8th പഠിക്കുന്നു. എല്ലാവർക്കും തിരുഹൃദയ തിരുനാൾ ആശംസിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് 8ാം ദിവസം വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ കൊണ്ടാടുന്നു. ഈ പ്രത്യേക ദിവസം തിരഞ്ഞെടുത്തത് ഈശോ തന്നെയാണെന്ന് മറിയം മാർഗ്രറ്റ് അലക്കോക്ക് എന്ന പുണ്യവതിയുടെ വെളിപാടുകളിൽ നിന്ന് വിശദമാണ്. ഈ പുണ്യവതിക്ക് 1673 മുതൽ 1675 വരെ ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷമായി. ഈ പുണ്യവതി പറഞ്ഞതനുസരിച്ചാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപം ചിത്രീകരിച്ചിരിക്കുന്നത്. ഈശോ തന്റെ ഹൃദയം നെഞ്ചിൽ വെച്ച് ഒരു വിരൽ കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. ഹൃദയത്തിന്റെ ഞെട്ടിൽ ഒരു കുരിശുണ്ടായിരുന്നു. അതിന്റെ കടക്കിൽ നിന്ന് സ്നേഹാഗ്നിജ്വാല ഉയർന്ന് പൊന്തി കുരിശിനെ വിഴുങ്ങാൻ ശ്രമിക്കുന്നതായി തോന്നും. ഒരു മുൾമുടി ഹൃദയത്തെ വലയം ചെയ്തിരുന്നു. ഈ രൂപം നാം എവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈശോയുടെയും മറിയത്തിന്റെയും സഭയിൽ തിരുഹൃദയ തിരുനാളിനു പ്രത്യേക കുർബാനയും കാനൂന നമസ്കാരവും ഉണ്ടായിരുന്നു. 1856 തിരുഹൃദയ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കണമെന്ന് നിശ്ചയിച്ചു. 1899 13ാം ലേയോ മാർപ്പാപ്പ മനുഷ്യവർഗത്തെ മുഴുവനായി തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. തിരുഹൃദയ തിരുനാളിന്റെ ദിവസം പള്ളികളിൽ രാത്രി 8 മണിക്ക് മണികളടിക്കുകയും വീടുകളിൽ തിരുഹൃദയത്തിന്റെ രൂപത്തിന് മുമ്പിൽ പൂക്കൾ വെച്ച് തിരി കത്തിച്ച് പ്രതിഷ്ഠ ജപം ചൊല്ലുകയും ചെയ്യുന്നത് പതിവാണല്ലോ. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. ക്രിസ്ത്യാവസ്ഥ പിതാവേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. വിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. ഇന്ന് നമ്മുടെ യേശുവിന്റെ തിരുഹൃദയ തിരുനാളല്ലേ, നമുക്ക് രൂപം അലങ്കരിക്കണ്ടേ? വേഗം വാ, ഇന്ന് തിരുഹൃദയ തിരുനാളല്ലേ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റണ്ടേ? എനിക്ക് ഇന്ന് തീരെ വയ്യ, തലവേദന എടുക്കാണ്. അപ്പ തലവേദന കുറവുണ്ടോ? എനിക്ക് നല്ല തലവേദനയുണ്ട്. അപ്പം വാ, നമുക്ക് പ്രതിഷ്ഠ എഴുതിക്കാം. പപ്പന്റെ തലവേദന മാറും. ഞങ്ങളുടെ
ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ സമാധാനവും ആശ്വാസവുമായ ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. കൃപ നിറഞ്ഞ ഈശോയെ, അങ്ങേ പിതാവിന്റെ തിരുമനസ്സിനെ നിറവേറ്റുന്നതിനായി കഠിന പീഡകളും കുരിശുമരണം കൂടെയും സഹിച്ചുവല്ലോ. കർത്താവെ, ഞങ്ങളും ഞങ്ങൾക്കുണ്ടാകുന്ന കുരിശുകളായ സങ്കടങ്ങളും എല്ലാം നല്ല ക്ഷമയോടെയും സന്തോഷത്തോടെയും കൂടി സഹിക്കുവാൻ അനുഗ്രഹം ചെയ്യണമേ. ആമേൻ. ഈശോയുടെ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമർപ്പിത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ചേട്ടാ, ഇന്ന് തിരുനാളാണ്, ഓർമ്മയുണ്ടോ? നമ്മുടെ ഹൃദയം ഈശോയുടെ ശാന്തതയും എളിമയുമുള്ള ഹൃദയമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയമേ, മറിയത്തിന്റെ വിമല ഹൃദയമേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, വിശുദ്ധ മാർഗീത മറിയമേ, ബഹുമാനപ്പെട്ട വികാരിച്ച ടീച്ചേഴ്സ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ അമ്മയലക്ഷ്മി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈശോയുടെ തിരുഹൃദയ തിരുനാളിനെ കുറിച്ചാണ്. ജൂൺ 11-ാം തീയതിയാണ് ഇത് ആഘോഷിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ തിരുനാളിനുള്ള ശേഷമുള്ള 8-ാം ദിവസം വെള്ളിയാഴ്ചയാണ് ഇത് ആഘോഷിക്കുന്നത്. 1670 ഫ്രാൻസിലാണ് ഇത് ആദ്യമായി ആഘോഷിച്ചത്. ഈശോയുടെ തിരുഹൃദയം സ്നേഹത്തിന്റെ എളിമയുടെയും മാതൃകയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹൃദയം സ്നേഹത്തിന്റെ ഇപ്പടവും കേന്ദ്രവുമാണ്. എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആശംസകൾ. താങ്ക് യു. ഈശോയുടെ ഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മാർഗരീത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. റൂമിലുണ്ട്, പഠിക്കാൻ തോന്നുന്നു. ചേച്ചി എന്തെടുക്ക? ഞാൻ സോഷ്യൽ പഠിച്ചുകൊണ്ടിരിക്കുക. അതിനെന്തിനാണ് ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? കുറെ നേരമായി പഠിച്ചു തുടങ്ങിയിട്ടു ഒന്നും കിട്ടുന്നില്ല. ചേച്ചി പഠിക്കുന്നതിനേക്കാൾ മുൻപ് ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നോ? ഇല്ല. ചേച്ചിക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? ഇന്ന് ഏതാ തീയതി? ജൂൺ 11-ാം തീയതി. ഇന്ന് തിരുഹൃദയ തിരുനാളാണ്. ചേച്ചിക്ക് എന്നാ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നതെന്നറിയോ? പെന്തക്കോസ്ത തിരുനാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ച കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയാണ്. എന്നാ ചേച്ചി, നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചാലോ? വാ, നമുക്ക് പ്രാർത്ഥിക്കാം. വാ, നമുക്ക് ഈശോയോട് നമുക്ക് പഠിക്കാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ അടയാളത്താൽ നമ്മളുടെ ശത്രുക്കളിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ, അങ്ങയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ. ചേച്ചിക്ക് ഇപ്പോൾ പഠിച്ചിട്ട് കിട്ടുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. നോക്കൂ, എത്ര പെട്ടെന്നാണ് ഞാൻ പഠിച്ചു തീർന്നത്. നിന്റെ തണലിലായി എന്നും വളരുമേ പൈതങ്ങളെ. മോളെന്താണ് വിഷമിച്ചിരിക്കണേ? എനിക്ക് അച്ഛൻ പറഞ്ഞ കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പേടിയായിട്ടുണ്ട്. അതിനാണ് പേടിച്ചിട്ട് ഇവിടെ ഇരിക്കണേ.
അതിന് നീ എന്തിനാ കോമ്പറ്റീഷൻ ആയിട്ട് നോക്കണേ? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചാൽ മതിയില്ലേ? അത് മാത്രമല്ല, അത് ഇന്നത്തെ ദിവസം എന്താണ്? തിരുഹൃദയത്തിന്റെ ദിവസമാണ്. അപ്പൊ നമുക്ക് പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം. കോമ്പറ്റീഷൻ ആയിട്ട് നോക്കണ്ട, എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം കുരിശ് വരയ്ക്കാം. ക്രിസ്തുവിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഉപേക്ഷിക്കണമേ, ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പിന്നെ എന്റെ പേര് മരിയ. ബഹുമാനപ്പെട്ട വികാരിയച്ച, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ തിരുനാളിലെ ആശംസകൾ സ്നേഹത്തോടെയും പ്രാർത്ഥനകളോടെയും നേരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രതിരൂപമാണ് ഈശോയുടെ തിരുഹൃദയം. നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവയാണ്. സ്നേഹത്തിന്റെ സദ്വാർത്തയോടെ ഈശോയുടെ തിരുഹൃദയം മനുഷ്യവംശത്തിന്റെയും രക്ഷാലയ രഹസ്യങ്ങളുടെയും രത്നചുരുക്കമാണ്. ദൈവസ്നേഹത്തിന്റെ അനന്തമായ ചക്രവാളത്തിൽ നിന്നും മനുഷ്യ ചരിത്രത്തിന്റെയും അസ്തിത്വത്തിന്റെയും പരിമിതികളിലേക്ക് ദൈവം കടന്നു വന്നതിന്റെ പ്രതീകമാണ് ഈശോയുടെ തിരുഹൃദയം. അങ്ങനെ മനുഷ്യന്റെ പരിമിതികളിൽ ദൈവത്തിന്റെ അനന്തതയെ ധ്യാനിക്കാനും അനുഭവിക്കാനും ഈശോയുടെ തിരുഹൃദയത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. വചനം മാംസം ധരിച്ച് ഭൂമിയിൽ ആവാസിച്ച നസ്രാനായ യേശുവിന്റെ ദൈവികതയെ നമ്മുടെ എളിയ ജീവിതത്തിന്റെ പരിമിതികൾ എത്തിക്കുകയും നമ്മുടെ മനോനേത്രങ്ങൾക്ക് ദൃശ്യമാകുകയും ചെയ്യുന്നത് തിരുഹൃദയത്തിലൂടെയാണ്. ഈശോയുടെ ദിവ്യസ്നേഹത്തിന്റെ ഉറവ ഭൂമിയിൽ ഉത്ഭവിക്കുന്നത് അവിടുന്ന് കുത്തിത്തുറക്കപ്പെട്ട അവിടുത്തെ തിരുവിതാവിൽ നിന്നാണ്. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് എല്ലാത്തിനും തുറക്കമൊരുക്കുന്നത് മംഗളകരമാകുന്നു. ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. ഹൃദയ ചിത്രം സ്ഥാപിക്കാത്ത കത്തോലിക്ക കുടുംബങ്ങളോ സ്ഥാപനങ്ങളോ ഉണ്ടാകില്ല. ഫ്രാൻസിലെ വിസിറ്റേഷൻ സന്യാസ സഭാംഗമായിരുന്ന മാർഗരീത്ത മറിയം അലക്കോക്ക് എന്ന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ട് ഈശോ നൽകിയ ദർശനത്തിലൂടെയാണ് തിരുഹൃദയ ചിത്രവും അതിനോടുള്ള ആദരവും സഭയിൽ പ്രചരിക്കപ്പെട്ടത്. സഭയിൽ തിരുഹൃദയ തിരുനാൾ കണക്കാക്കുന്നത് ഇപ്രകാരമാണ്. പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞ് 12-ാം ദിവസമാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അത് കഴിഞ്ഞ് വരുന്ന 8-ാം ദിവസം വെള്ളിയാഴ്ച തിരുഹൃദയ തിരുനാളായി ആചരിക്കുന്നു. ഈശോയ്ക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ് മാംസള ഹൃദയം. ഇതാണ് തിരുഹൃദയ ഭക്തിയുടെ വിഷയം. ഈശോയുടെ തിരുഹൃദയത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നേറുന്നത്. നമ്മുടെ ഹൃദയത്തിലും നമുക്ക് ഈശോയുടെ തിരുഹൃദയ ചിത്രം പതിപ്പിക്കാം. അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തിയ ഏറ്റവും സ്നേഹമുള്ള ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അപ്പ ഫോൺ വിളിച്ചിരുന്നു. അപ്പയുടെ ജോലി സ്ഥലത്ത് എല്ലാവർക്കും കൊറോണയാന്നാ പറയണേ. അപ്പയ്ക്കും പനിയുണ്ട്. ഞങ്ങൾക്ക്
വാക്കുകളാ. വിഷമിക്കണ്ട, നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കുക. ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിന്റെ പെരുന്നാളല്ലേ, ആ ഈശോയോട് പ്രാർത്ഥിച്ച എല്ലാം മാറ്റി തരും. നമുക്ക് ഈശോയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം. എന്റെ മകനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങൾ തമ്പുരാനെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ. എത്രയും എത്രയും പരിശുദ്ധ ഹൃദയമേ, പരിശുദ്ധ ഹൃദയമേ, എന്റെ ശരണം മുഴുവനും എന്റെ ശരണം മുഴുവനും ഞാൻ അങ്ങേ വെച്ചുകൊള്ളുന്നു. ആമേൻ. ആമേൻ. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയോ? ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാളാണ്. വാ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ തിരുഹൃദയമേ, ഈശോയുടെ ഈ കുടുംബത്തെയും ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. അംഗീകരിക്കുകയും ഈശോ തിരുഹൃദയമേ, ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മാറിയത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരിയാണ്. നമുക്ക് ഈശോനെ പ്രാർത്ഥിക്കണ്ടേ? നമുക്ക് വേണ്ടി ഈശോ അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഒഴുക്കി ഈശോ. നമുക്ക് ഈശോനെ പ്രാർത്ഥിക്കാം. പിന്നെ അനന്തുവിന്റെ അച്ഛന് വയ്യാതിരിക്കട്ടെ, അനന്തുവിന്റെ അച്ഛന് വേണ്ടി നമുക്ക് നിയോഗമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ, ഈശോ ഞങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ജീവിക്കും. ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളോട് കരുണയുണ്ടായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളോട് കാരുണ്യമുണ്ടായിരിക്കണമേ. ഈശോയെ, ദാനന്ദന്റെ ഒപ്പച്ചൻ വയ്യാതിരിക്കും. ഈശോയെ, ദാനന്ദന്റെ ഒപ്പച്ചന്റെ വയ്യായൊക്കെ മാറ്റി കൊടുക്കുന്ന ഈശോയെ, ഈശ്വരന്റെ സ്ഥിരീകരിക്കട്ടെ. ഈശ്വരന്റെ സ്ഥിരീകരിക്കട്ടെ. നിങ്ങൾ കളിച്ചാട്ടോ. ഹൃദയം സ്നേഹത്തിന്റെ ഇരിപ്പിടവും കേന്ദ്രവുമാണ്. ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണല്ലോ. പ്രസിദ്ധ ചിന്തകനായ ജോൺ ആൻഡേഴ്സന്റെ ഒരു നോവലാണ് ഒരു അമ്മയുടെ സ്നേഹം. ഒരു വിധവയായ സ്ത്രീ തന്റെ ഏക മകന് രോഗം വന്നപ്പോൾ ചികിത്സിക്കാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം കൊടുത്തു. എന്നാൽ മകന്റെ ജീവൻ രക്ഷിക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. മകന്റെ ആത്മാവ് പോയ വഴി തേടിയിറങ്ങി. അങ്ങനെ ആദ്യമായി കണ്ടെത്തിയത് ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ എന്റെ മകന്റെ ആത്മാവ് പോയ വഴി എനിക്ക് പറഞ്ഞു തരുമോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളൊരു താരാട്ടുപാട്ട് പാടിയാൽ ഞാൻ നിങ്ങളുടെ മകന്റെ ആത്മാവ് പോയ വഴി കാണിച്ചു തരാം. അപ്പോൾ ആ അമ്മ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് താരാട്ടുപാട്ട് പാടി. അല്പദൂരം കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു മുൾപടർപ്പ് കണ്ടു. മുൾപടർപ്പ് പറഞ്ഞു, നിങ്ങൾ എന്നെ ആലിംഗനം ചെയ്താൽ ഞാൻ നിങ്ങളുടെ മകന്റെ ആത്മാവ് പോയ വഴി കാണിച്ചു തരാം. ആ അമ്മ അതിനും തയ്യാറായി. അല്പദൂരം കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു തടാകത്തിനടുത്തെത്തി. ആ തടാകം പറഞ്ഞു, നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ ഭാഗമായ മുടി എനിക്ക് മുറിച്ചു തന്നാൽ ഞാൻ നിങ്ങളുടെ മകൻ പോയ വഴി കാണിച്ചു തരാം. ആ അമ്മ അതിനും തയ്യാറായി. അല്പദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ 2 കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് എനിക്ക് തന്നാൽ നിങ്ങളുടെ മകൻ പോയ വഴി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ അമ്മ മകനോടുള്ള സ്നേഹത്തെ പ്രതി അതിനും തയ്യാറായി. അദ്ദേഹം ഈ സ്ത്രീയെ ഒരു മൺകൂനയുടെ മുകളിൽ കയറ്റിയിരുത്തിക്കൊണ്ട് ചോദിച്ചു, എങ്ങനെയാണ് ഇവിടെ വരെ എത്തിച്ചേരാൻ നിനക്ക് സാധിച്ചത്? എന്താണ് ഈ മഹാത്യാഗം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത്? അപ്പോൾ ആ അമ്മ പറഞ്ഞു, ഞാനൊരു അമ്മയാണ്.
മകനെ സ്നേഹിക്കുന്ന അമ്മ, അമ്മയേക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്ന ഈശോയുടെ തിരുഹൃദയം എല്ലാ സ്നേഹത്തിന്റെയും സ്രോതസ്സായി നിലകൊള്ളുന്നു. നമ്മുടെ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. ഒന്നിൽ സ്നേഹവും, മറ്റൊന്നിൽ കാരുണ്യവും, വേറൊന്നിൽ വാത്സല്യവും, മറ്റൊന്നിൽ ആർദ്രതയും നിറച്ചുകൊണ്ട് കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിന്റെ ധമനികളുള്ള ഹൃദയമായി നമുക്ക് മാറാം. നമ്മുടെ സ്നേഹം ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കും പടരട്ടെ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, അങ്ങയുടെ ദിവ്യഹൃദയത്തിന് യോഗ്യമായി എൻ്റെ ഹൃദയത്തെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന കാരുണ്യവും സ്നേഹവും മറ്റുള്ളവരിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഈശോയുടെ തിരുഹൃദയം പോലെ ഒരു ഹൃദയം നമുക്കും സ്വന്തമാക്കാം. അതിനായി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. മക്കളെ, നിങ്ങൾ എന്താ എടുക്കുന്നത് അവിടെ? മക്കളെ, നിങ്ങളൊന്ന് കുറച്ച് നേരത്തെങ്കിലും ആ ഫോൺ ഓഫാക്കി വെച്ച് ഒന്ന് ഈശോയുടെ അടുത്തേക്ക് വന്നേ. അമ്മ ഇന്ന് ലോക്ക്ഡൗൺ ആയിട്ട് ഇന്ന് അമ്മ വീട്ടിൽ പെട്ടുകിടക്കുകയാണ്. ഇന്ന് അമ്മയ്ക്ക് വരാൻ സാധിക്കില്ല. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈശോയുടെ രൂപത്തിൻ്റെ അവിടെ ലൈറ്റൊക്കെ തിരിയൊക്കെ കത്തിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരും വായോ, എല്ലാവരും എണീറ്റ് വായോ. ക്രിസ്തുവിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയത്തിൽ നല്ല ആശംസകൾ നേരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. പാർശ്വം പിളർക്കപ്പെടുന്നു. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന 2 പേരുടെ കാലുകൾ തകർത്ത് അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിനു ഞാൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. സ്നേഹം നിറഞ്ഞവരെ, യേശുവിന്റെ തിരുഹൃദയത്തെ പിളർക്കുന്ന സംഭവമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ഏറ്റവും അനുഗ്രഹദായകമായ ദിനമാണിന്ന്. ഏവർക്കും എന്റെ തിരുഹൃദയ തിരുനാൾ ആശംസകൾ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിൽ ആദരവോടെ നിൽക്കൂ. ഈ കുടുംബത്തിന്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി.
ഇത് പറ്റിയടാ. ചേട്ടായി എന്റെ തലയിൽ പഠിച്ചിട്ടൊന്നും കേറുന്നില്ല. നീ ഒന്നും കൂടെ വായിച്ച് നോക്കൂ. ഒരു പ്രാവശ്യം വിളിച്ചതാ, പക്ഷേ പിന്നെയും കേറുന്നില്ല. ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാളല്ലേ? നീ ഈശോയുടെ തിരുഹൃദയത്തെ പ്രാർത്ഥിക്കും. മനുഷ്യനും ചേട്ടാ. ഞാൻ പോവാം. ചേട്ടായി ചേട്ടായി എന്താ എന്താണ് നീ എന്നെ വിളിച്ചത്? എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട്. യേശുവിന്റെ തിരുനാള് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. എങ്കിൽ നമുക്ക് ഒരുമിച്ച് യേശുവിന്റെ തിരുഹൃദയത്തിലൂടെ പ്രാർത്ഥിക്കാം. പെരുന്നാളാണ്, ഓർമ്മയുണ്ടോ? നമുക്ക് നമുക്ക് പ്രതിഷ്ഠയാണ്. കുടുംബ പ്രതിഷ്ഠ. ഈശോയുടെ തിരുഹൃദയമേ, ഈശോയുടെ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പിതാവേ, ഞങ്ങളോട് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത മറിയമേ, ഞങ്ങളോട് വേണ്ടി അപേക്ഷിക്കണമേ. കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിവസമാണ്. ഈശോ ഞങ്ങളുടെ ഈ ചെറിയ കുടുംബത്തിൽ ചെയ്ത വലിയ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അമ്മേ അമ്മേ, നീ എന്നെ വിളിച്ചോ? നവീൻ ചേട്ടൻ ഇവിടെ കട്ടിലിൽ കിടക്കുകയാണല്ലോ. അവൻ എന്താ പറ്റിയത്? അവൻ ലാസ്റ്റ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. നവീൻ, നവീൻ, നിനക്ക് എന്താ പറ്റിയേ? നല്ല പനിയുണ്ടല്ലോ. ജയിൻ, നീ വേഗം അമ്മാമേനെയും പപ്പേനെയും വിളിക്ക്. എന്റെ മോനെ എന്താ പറ്റിയത്? മോനെ മോനെ മോൻ പേടിക്കണ്ടാട്ടോ. ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാളല്ലേ? നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാം ഈശോ സുഖമാക്കി തരും. കുടുംബ പ്രതിഷ്ഠ. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മരത്തിനുമുലർ ദൈവം മാറിയൗസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരത്തിനുമുലർ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മാമ്മേ അമ്മേ, ദേ നവീൻ ചേട്ടൻ എഴുന്നേറ്റ് വരുന്നു. നവീന്റെ പനിയെല്ലാം മാറിയല്ലോ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തത് ഈശോ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട. ക്ലേശങ്ങളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈശോയുടെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ചാൽ നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളായി മാറും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആചരിക്കുകയാണ്. ഈ തിരുനാൾ ദിനത്തിൽ നമ്മുടെ പാവപ്പെട്ട ഹൃദയങ്ങളെ അഭൗമികമായ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു. 17-ാം നൂറ്റാണ്ടിലെ മിസ്റ്റിക്കായ വിശുദ്ധ മാർഗരീത അലക്കോക്ക് എന്ന കന്യകയ്ക്ക് ഈശോ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: കണ്ടാലും മനുഷ്യകുലത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം. ദൈവത്തിന് മനുഷ്യരുടെ നേരെയുള്ള സ്നേഹം ഈശോ തൻ്റെ ജീവിതത്തിലുടനീളം നമ്മെ കാണിച്ചു തന്നു. മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ നേരിട്ടറിഞ്ഞവനാണ് ഈശോ. അതുകൊണ്ട് അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും ഈശോ അവിടുത്തെ പക്കലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹത്തിൻ്റെ പാഠശാലയായ ഈശോയുടെ
തുറന്നിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. എല്ലാവർക്കും തിരുഹൃദയ തിരുനാൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. മക്കളെ, ഇന്ന് എക്സാം അല്ലേ? ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ദിവസം കൂടിയാ. വാ, നമുക്ക് പ്രാർത്ഥന എത്തിക്കാം. ഈശോയുടെ തിരുഹൃദയ ജോമാല ചൊല്ലിയാലോ? മാതിരമുള്ള തിരുഹൃദയമേ, സ്നേഹമായിരിക്കണമേ, സ്നേഹമായിരിക്കണമേ. ഞങ്ങൾക്ക് സിമ്പിളായിരുന്നു. അമ്മ പറഞ്ഞില്ലേ ഈശോയോട് പ്രാർത്ഥിച്ചത് കൊണ്ട് എക്സാം ഒക്കെ സിമ്പിളായിരിക്കുമെന്ന്. സ്നേഹമുള്ള വികാരിയച്ച, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഈ ചെറിയ സ്കിറ്റിലൂടെയാണെങ്കിലും പ്രസംഗത്തിലൂടെയാണെങ്കിലും ഈശോയുടെ തിരുഹൃദയ ഭക്തി വളർത്തുവാനായി നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്ത നമ്മുടെ വികാരിയച്ചന് ആദ്യമായി തന്നെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അവരെ ഒരുക്കിയ മാതാപിതാക്കളോടും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരും നല്ലതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും എല്ലാവരും തന്നെ പരിപാടിയിൽ പങ്കെടുക്കുകയും അത് ചെയ്യുകയും സ്കിറ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാവരും ചെയ്തു. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ സ്കിറ്റിലൂടെ നമ്മുടെ ജീവിതം മുഴുവനും ഇങ്ങനെയൊരു ചെറിയ സ്കിറ്റ് ചെയ്തു അതിലൂടെ ആ ഓർമ്മ എന്ന് നിലനിർത്തുവാനും ഈശോയുടെ കുത്തിത്തുളക്കപ്പെട്ട ആ ഹൃദയത്തിൽ നിന്ന് കരുണയും സ്നേഹവും നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ദൈവാനുഗ്രഹം ലഭിക്കട്ടെ. നന്ദി. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം.